ഏത് ഗവൺമെന്റിനാണെങ്കിലും സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന് എന്താണ് PR ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാനുള്ളത്? സ്വന്തം അവരവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങളുടെ സമക്ഷത. അതിന് ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണമായിരുന്നു. ഈ പറയപ്പെട്ട മഹാരഥന്മാരൊക്കെ വായ്ത്താരി കൊണ്ട് മാത്രം ജനങ്ങളെ കബളിപ്പിച്ച് ഏത് കള്ളത്തിന്റെ നേരെ നോക്കിയും അതിന്റെ നേരെ വിപരീതം ഇത് ശരി എന്ന് പറയുന്ന അത്ര കള്ള വായ്ത്താരിക്കാരാണ് ഭരണത്തിലിരിക്കുന്നവർ. അവര് പറയുന്ന കള്ളങ്ങൾ, ആ കള്ളങ്ങൾക്ക് വീണ്ടും എന്താ പറയാ, കിരീടം, സ്വർണ്ണ കിരീടം ചാർത്തി ജനമുഖത്തെ എത്തിക്കുക. അതായത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഗോപുരം പണിതു. പിന്നെ അതുപോലെ തന്നെ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അതാ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഈ തരത്തിലാണ് PR വർക്കുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളെയും പെരുപ്പിച്ചു കാണിച്ച് ജനങ്ങളെ വഞ്ചിച്ച്, അതായത് ജനവഞ്ചനയാണ് ഇത്തരം പെരുപ്പിച്ചു കാണിക്കൽ. അതിനാണ് PR ഏജൻസികളുടെ സഹായം തേടിയിരിക്കുന്നത്. അതിനാണ് PR ഏജൻസികളെ കൊണ്ട് ഇത്രയധികം പണം ചെലവഴിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട കോടതി കാണുന്നില്ലേ? ഇതുകൊണ്ട് കോടതിയിൽ പോകാൻ ഈ നാട്ടിൽ ആരുമില്ലേ? PR ഏജൻസികൾ അനാവശ്യമാണ്. ജനങ്ങളെ മുഖവിലക്കെടുത്ത് അവരോട് വസ്തുനിഷ്ഠമായിട്ട് അത് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഒരു സമാന്തര പാത, അങ്ങനെ ഒരു പാത നിർമ്മാണം നടത്തി ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇങ്ങനെയൊന്നും നടന്നു എന്നുള്ളത്. അതിന്റെ ഇനോഗ്രേഷൻ നടത്തുമ്പോൾ അറിയാമല്ലോ. പിന്നെ എന്തിനാണ് അവിടെ ഒരു PR ഏജൻസിയുടെ ആവശ്യം? ഏത് കാര്യത്തിനും ഇതുപോലെ PR ഏജൻസികളെ കൊണ്ട് ഊതി വീർപ്പിച്ച ചിത്രങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിച്ച്, പ്രത്യേകിച്ച് നിരക്ഷര കുട്ടികൾ കേരളത്തിൽ അധികം ഇല്ല. പക്ഷെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് പഠിച്ചത് കൊണ്ടോ 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞത് കൊണ്ടോ മാത്രമൊന്നും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാകില്ല മനുഷ്യർക്ക്. അപ്പൊ അങ്ങനെ അത് പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ടെക്നോളജി വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് സാമാന്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈവൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ പോലും ഇപ്പോൾ ഈ AI കാലത്ത് തെറ്റിദ്ധരിപ്പിക്കുക വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ AI ഒക്കെ സഹായത്തോടു കൂടി തന്നെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും 3ാം മൂഴത്തിലേക്ക് ഭരണത്തിൽ വരാം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇത്രയേറെ വികസന പരിപാടികളുമായിട്ട്, അതായത് 46 പരിപാടികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 28 എണ്ണം പുറംകരാർ കൊടുത്തിരിക്കുന്നു. 46 പരിപാടികളാണ് മുഖം പിരുക്കലിന് ആകെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ 28 എണ്ണമാണ് ഇങ്ങനെ പുറം കരാറായി കൊടുത്തിരിക്കുന്നത്. ആകെ 5.06 കോടി രൂപയുടെ പ്രചാരണ വീഡിയോകൾ ഈ സർക്കാരിന് വേണ്ടി നിർമ്മിച്ചു. 3.14 കോടി സീഡിറ്റാണ് ചെയ്തത്. ബാക്കി 28 പരിപാടികൾ 10 ഏജൻസികൾക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഡോക്ടർ രഘുറാം രാജൻ പറഞ്ഞിരിക്കുന്നത്, ആ 3rd പില്ലറിൽ പറഞ്ഞിരിക്കുന്നത് എത്ര സത്യസന്ധമാണ്. ആരെങ്കിലും പാർട്ടിയോട് സ്നേഹമുള്ളവരുണ്ടെങ്കിൽ ഈ രഘുറാം രാജന്റെ 3rd പില്ലർ വാങ്ങിക്കുക, ഒരു കോപ്പി. എന്നിട്ട് അത് പഠിച്ച് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ വെറുതെ കമ്മ്യൂണിസ്റ്റ് വായ്ത്താരി പറഞ്ഞതുകൊണ്ട്, കമ്മ്യൂണിസം ഇപ്പൊ ലോകത്തൊരിടത്തുമില്ല. എല്ലായിടത്തും ഉള്ളത് ഡിക്റ്റേറ്റർഷിപ്പ്. കമ്മ്യൂണിസ്റ്റ് ആയിട്ട് വരുന്നവൻ ഡിക്റ്റേറ്റർ ആകുന്നു. അതാണല്ലോ റഷ്യയിൽ പുതിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഇവിടെ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താണ് ഒരു നല്ല ഭരണകർത്താവ് കാണിക്കേണ്ടത്? ജനം എന്താണ് ആഗ്രഹിക്കുന്നത്? ജനം എന്തിനാണ് ഭരണത്തിലേറ്റിയത് എന്നറിയണമെങ്കിൽ ഈ രഘുറാം രാജന്റെ 3rd പില്ലർ വായിച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. അത് മാത്രമാണ് എനിക്ക് ഈ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്.